വോട്ട് കിട്ടാനായി പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന നാണം കെട്ട പരിപാടികൾ കണ്ടാൽ നമുക്ക് തന്നെ ഈ മനുഷ്യൻ എന്തിന്റെ കേടാന്ന് തോന്നിപ്പോലെ. വെള്ളാപ്പള്ളി നടേശനെ വിളിപ്പിച്ച്, വെള്ളാപ്പള്ളി നടേശൻ പണിയാണ് കൊടുത്തത് 8-ന്റെ, എങ്കിലും വെള്ളാപ്പള്ളി നടേശനെ വിളിപ്പിച്ച് അയ്യപ്പ സംഗമത്തിലൊക്കെ ഇരുത്തി കുറെ ഈഴവ വോട്ടൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ അതങ്ങ് മേലോട്ട് നോക്കി ഇരുന്നാൽ മതി എന്നാണ് സുധാകരൻ പറയുന്നത്. സുധാകരൻ ഒരു 1.5 വെടിയാങ് പൊട്ടിച്ചിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ മേലോട്ട് നോക്കി ഇരിക്കത്തേ ഉള്ളൂ. 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പം വന്നിറങ്ങിയാൽ ഈഴവ വോട്ട് പെട്ടിയിൽ വീഴുമെന്ന മൂഢസ്വർഗത്തിൽ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തി അടിമുടി തേഞ്ഞിരിക്കുന്ന പിണറായിയുടെ ആസ്ഥാനത്തിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് സുധാകരൻ. അധികാരമുള്ളവർക്ക് പിന്നാലെയല്ലേ, ആദർശമുള്ളവർക്ക് പിന്നാലെയാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ പോകേണ്ടതെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ മുൻ മന്ത്രി സുധാകരൻ രംഗത്ത് വരുന്നുണ്ട്. പിണറായിക്ക് അധികാരമുണ്ട്, പക്ഷേ ആദർശമില്ലാത്തവൻ എന്ന കൂട്ടത്തിലുള്ളവന്റെ തന്നെ വെളിപ്പെടുത്തൽ. അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഒരു അക്ഷരം പ്രതികരിക്കാതെ വെള്ളാപ്പള്ളി പിണറായി കൂട്ടുകെട്ടിലെ ദുഷ്ടലാക്കിനെ കൃത്യമായി പൊളിച്ചു കാണിച്ചിരിക്കുകയാണ് സുധാകരൻ. ഈഴവ നായർ വോട്ടുകൾക്ക് വേണ്ടി അയ്യപ്പനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് പിണറായി എന്ന് പറയാതെ പറഞ്ഞു സുധാകരന്. അയ്യപ്പ സംഗമം വൻ വിജയം എന്ന ഒരു വഴിക്കൂടെ CPM സർക്കാരും തള്ളിമറിച്ച് വരുമ്പോഴാണ് സുധാകരന്റെ ബോംബ് പൊട്ടിയത്. അടുത്ത കാലത്തായി പിണറായിക്കും റിയാസിനും CPM-നും അന്തകനായി മാറിയിരിക്കുകയാണ് സുധാകരൻ സഖാവ്. സുധാകരൻ പലതും വെട്ടി തുറന്ന് പറയുന്നത് പിണറായിക്ക് വെള്ളിടിയെട്ടുന്ന പോലെയാണ്. ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശ്രീനാരായണ ഗുരു സമാധി ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് സുധാകരൻ പിണറായിയെ പഞ്ഞിക്കിട്ടത്. ശ്രീനാരായണ ധർമ്മവുമായി ജീവിതത്തിൽ ഒരു ബന്ധവും ഇല്ലാത്തവരെ പോലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ എത്തിക്കുന്നുണ്ട്. അധികാരികളെ ബഹുമാനിക്കാം, പുറകെ പോകേണ്ടതില്ല. ജീവിതം കൊണ്ട് സന്ദേശം നൽകുന്നവർക്ക് പിന്നാലെയാണ് പോകേണ്ടത്. സനാതനധർമ്മമെന്നും എവിടെയും സനാതനധർമ്മം എന്നും എവിടെയും നിലനിൽക്കും. അത് സോഷ്യലിസത്തിലും മുതലാളിത്വത്തിലും എല്ലാം ഉണ്ട്. സനാതനധർമ്മം ഒരു പാർട്ടിയുടെ വകയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും വിപ്ലവകരമായ സന്ദേശങ്ങളുമാണ് ആധുനിക കേരളം പടുത്തുയർത്തുന്നതിൽ പ്രധാനം. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ സംഘടിക്കലും വളർച്ചയുമാണ് SNDP യോഗങ്ങളിലൂടെ ഗുരു ലക്ഷ്യമിട്ടതെന്നാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരന്റെ ഓരോ വാക്കും പിണറായിയുടെ നെഞ്ചിൽ തറയ്ക്കുന്ന അമ്പുകളാണ്. ഈ അടുത്ത കാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവേദികളിലെ ചില സമീപനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. അതായത് മിക്ക വേദികളിലും പിണറായി ചെന്ന് നിന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഇതിനു മുൻപ് പിണറായി ഇങ്ങനെ ഒരു ശുഷ്കാന്തി കാണിച്ചതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ പെടുന്നനെയാണ് ഗുരുദേവനോടും അയ്യപ്പനോടുമൊക്കെ അങ്ങ് വല്ലാത്ത സ്നേഹം പിണറായിക്ക് വഴിഞ്ഞൊഴുകുന്നത്. സനാതനധർമ്മം ഒരു പാർട്ടിയുടെ വകയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ അത് പിണറായിക്ക് കൊള്ളുന്ന കുത്ത് തന്നെയാണ്. അതായത് ശ്രീനാരായണ ഗുരുവിനെ CPM-ന്റെ കുത്തകയാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക് പിണറായി കടന്നിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു തരികയാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത്. പിണറായി വിജയന്റെ എല്ലാ നീക്കങ്ങളെയും പൊളിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ സുധാകരന്റെ ഈ വെട്ടി തുറന്ന് പറച്ചിലുകൾ. എങ്ങനെയെങ്കിലും വോട്ട് പെട്ടിയിലെത്തിക്കാൻ പിണറായി ഇക്കണ്ട കളിയെല്ലാം കളിച്ചു വരുമ്പോഴാണ് സുധാകരനെ പോലുള്ളവർ പഠിക്കൽ കലവിട്ടുടയ്ക്കുന്നത്. ഹിന്ദു വോട്ടിന് വേണ്ടിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന ആരോപണം ശക്തമാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് സുധാകരന്റെ വെളിപ്പെടുത്തലുകളും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈഴവ ഗ്രൂപ്പുകളിൽ വെള്ളാപ്പള്ളി നടേശന് നേരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈഴവരുടെ മുഴുവൻ ആട്ടിപ്പേർ അവകാശവും വെള്ളാപ്പള്ളിക്കാണോ എന്ന, ഈഴവ വോട്ടെല്ലാം ഇടതിന്റെ പെട്ടിയിൽ എത്തിക്കാമെന്ന വാഗ്ദാനം കൊടുക്കാൻ മാത്രമാണ് വെള്ളാപ്പള്ളിക്ക് എന്താണ് അധികാരം? കുടുംബത്തിന്റെ വോട്ട് കൊടുത്തോളൂ, ഈഴവന്റെ മൊത്തം വോട്ടും കുത്തിക്കൊടുക്കുമെന്ന് ഇടതിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാ പൊളിച്ചിരുന്നോളൂ എന്നായിരുന്നു വിമർശനങ്ങൾ വന്നത്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി പ്രാധാന്യം കൊടുത്തത് NSS-നും SNDP-ക്കുമാണ്. തമിഴ്നാട് മന്ത്രിയൊക്കെ വന്നിട്ട് വേദിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. തമിഴ്നാട് IT മന്ത്രിക്ക് സംസാരിക്കാൻ പോലും സമയം കൊടുത്തില്ല. പകരം വെള്ളാപ്പള്ളിക്ക് പ്രസംഗിക്കാൻ അധിക സമയം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു.
ശബരിമല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനങ്ങളിൽ എത്തിയെങ്കിലും ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിജയമാക്കി മാറ്റി സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. SNDP യോഗത്തെയും NSSനെയും ഒരേ വേദിയിൽ അണിനിരത്താൻ കഴിഞ്ഞത് തന്നെ ആ ഒരു വിജയമാണ്, രാഷ്ട്രീയ വിജയമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങിയത് ഒരു സ്റ്റേറ്റ്മെന്റായി കാണാം. വേദിയിൽ NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാറിന്റെ സാന്നിധ്യം ആ സ്റ്റേറ്റ്മെന്റിന് അടിവരയിട്ടു. ഇതാ രാഷ്ട്രീയ പരിപാടി തന്നെയാണ് എന്നുള്ളതിന് ഈഴവ നായർ വോട്ടുകൾ പെട്ടിയിൽ നിന്ന് ചോർന്നതിന്റെ വേവലാതി CPMന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തുടങ്ങിയതാണ്. ചോർന്ന വോട്ട് തിരിച്ചെത്തിക്കാൻ വഴി ആലോചിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞ ഒരേ ഒരു മുഖം അയ്യപ്പന്റേതാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ച് 5 ദിവസം പാർട്ടി ചർച്ച ചെയ്തിരുന്നു. ഇടതുമുന്നണിയുടെ തോൽവിയുടെ മുഖ്യ കാരണങ്ങളിലൊന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ചയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ച സെക്രട്ടറി BDJSലൂടെ ഈഴവരിലേക്ക് കടന്നു കയറാൻ വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും വഴിയൊരുക്കിയെന്നും വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശനും MV ഗോവിന്ദനും തമ്മിൽ വലിയ വാക്പോരായിരുന്നു നടന്നത്. എന്നാൽ ഒരു അതിര് വിട്ടപ്പോൾ പിണറായി തന്നെ രംഗത്തേക്ക് വരികയും MV ഗോവിന്ദനെ വിലക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളിക്കെതിരെ അനാവശ്യമായ ഒരു നിലപാടും ഒരു പ്രസ്താവനകളും വേണ്ട എന്ന MV ഗോവിന്ദനെ പിണറായി വിജയൻ താക്കീത് നൽകി. പിന്നീട് വെള്ളാപ്പള്ളിയെ പിണറായി ചേർത്ത് പിടിച്ചു. അവിടെ നിന്ന് തുടങ്ങി പരമ്പരാഗതമായി CPMന് വോട്ട് ചെയ്യുന്നവരാണ് ഈഴവർ. അതുകൊണ്ട് തന്നെ ആ ഈഴവ വോട്ടുകൾ പിണറായിക്ക് വേണം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണവർ. ജനസംഖ്യയുടെ ഏതാണ്ട് 23% വരും ഈ OBC വിഭാഗം. ഗണ്യമായ ഈഴവ സാന്നിധ്യമുള്ള മിക്കവാറും മണ്ഡലങ്ങളിൽ NDA മുന്നണിക്ക് വോട്ട് കൂടിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പായതോടെ ആലപ്പുഴയുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം. 2019 കനൽ തരിയായിരുന്ന MA ആരിഫിന്റെ വോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 76% കുറഞ്ഞു. 80-ൽ നിന്ന് 76% കുറഞ്ഞു. 40.96-ൽ നിന്ന് 32.1% കുറഞ്ഞ വോട്ടുകളാകട്ടെ 1 ലക്ഷത്തിലധികവും. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 28%-ലധികം വോട്ട് നേടി. ഇതുപോലെ കേരളത്തിലെമ്പാടും കാര്യമായ മുന്നേറ്റം നടത്താൻ BJPക്കായതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ചയാണ്. CPMന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പോലും പലയിടത്തും BJP ശക്തി തെളിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്തെ സ്വന്തം ബൂത്തിൽ കാവി പാർട്ടിയുടെ വോട്ട് 2019-ലെ 53-ൽ നിന്ന് 115 ആയത് സാമ്പിൾ മാത്രമായിരുന്നു. കാസർകോട്ടെ കരിവള്ളൂരും കല്യാശ്ശേരിയിലും പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു. കരിവള്ളൂർ സമരം നടന്ന കൂൻ പ്രദേശത്ത് മാത്രം BJP 172 വോട്ട് പിടിച്ചു. മറ്റു പലയിടങ്ങളിലും മാറ്റങ്ങൾ. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങൽ V മുരളീധരൻ തുടങ്ങിയവരുടെ വോട്ട് വർധന തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ഉജ്ജ്വല വിജയത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇത്തരത്തിൽ CPMന്റെ ഈഴവ പരമ്പരാഗത വോട്ടുകളെല്ലാം BJPക്ക് മറിഞ്ഞു എന്നുള്ള വലിയ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPMന് മനസ്സിലായി. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത്. പക്ഷേ നടുക്ക് സുധാകരൻ അമിട്ടിട്ടു എന്ന് മാത്രം.